നമസ്കാരം. ലോകമെമ്പാടും പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു പ്രമേയമാണ് പ്രേത സിനിമകൾ. പ്രേത സിനിമകൾ എപ്പോഴും ഹിറ്റുകളായിരുന്നു. മലയാളത്തിലും അത്തരത്തിൽ ധാരാളം സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. വേൾഡ് തലത്തിൽ ധാരാളം സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. ഡ്രാക്കുളയടക്കമുള്ള നിരവധിയായ സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. മലയാളത്തിൽ അത്തരത്തിലുണ്ടായ ഒരു വലിയൊരു ക്ലാസിക്കാണ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ നീലവെളിച്ചം എന്ന പേരുള്ള കഥയെ ആസ്പദമാക്കി അദ്ദേഹം തന്നെ കഥയും തിരക്ക് സംഭാഷണം എഴുതിയ ഭാർഗവി നിലയം എന്നുള്ള പേരുള്ള ചിത്രം. അത് എ വിൻസെൻ്റ് എന്ന് പറഞ്ഞ പ്രഗത്ഭനായ സംവിധായകരാണത്. ആ പ്രേത വിഷയത്തെ ഒരു കാവ്യമാക്കി മാറ്റാൻ അദ്ദേഹത്തിന്, അപ്രകാവ്യമാക്കി മാറ്റാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഇത്തരം സിനിമകൾ കാണുമ്പോൾ. ഇപ്പോൾ ഡ്രാക്കുള കണ്ടപ്പോൾ, ഡ്രാക്കുള ബ്രോൺ സ്റ്റോക്കർ വായിച്ചിട്ടുമുണ്ട് കണ്ടപ്പോൾ. അതുപോലെ വയനാടൻ തമ്പാൻ, കമൽഹാസൻ അഭിനയിച്ച വയനാടൻ തമ്പാനെ കണ്ടപ്പോൾ ഞാൻ ഡ്രാക്കുള മരിക്കുമ്പോഴാണ് ദുഃഖിച്ചത്. വയനാടൻ തമ്പാനിലെ യൗവനവും മരണവും ഇല്ലാതിരിക്കാൻ, വാർദ്ധക്യവും മരണവും ഇല്ലാതിരിക്കാൻ ഇങ്ങനെ നിരവധിയായ പെൺകുട്ടികളെ ഒരേ കാലഘട്ടത്തിൽ, അനേക കാലഘട്ടത്തിലെ കഥാപാത്രം ജീവിക്കുന്നുണ്ട്. കാലഘട്ടത്തിൽ വലവീശി പിടിച്ചു കൊണ്ടുവന്ന്, പ്രണയം നടിച്ച് വലവീശി പിടിച്ചു കൊണ്ടുവന്ന് കരിമൂർത്തയ്ക്ക് ബലി കൊടുക്കുന്ന ആളാണ്. അവസാനം സ്വന്തം മകളെ തന്നെയായിരുന്നു അയാൾ അങ്ങനെ പ്രണയിച്ചു കൊണ്ടുവന്നിരുന്നത്. അതോടെ അയാൾ സ്വയം അഗ്നികൊടുത്തിയും മരിക്കുകയാണ്. അങ്ങനെ മരിക്കുമ്പോൾ വയനാടൻ തമ്പാൻ മരിച്ചപ്പോൾ എനിക്ക് വയനാടൻ തമ്പാനോടാണ് കുറിച്ചാണ് എനിക്ക് ദുഃഖം തോന്നിയത്. കാരണം വേറെ ഒന്നുമല്ല, നമ്മുടെ മനസ്സിൽ മരണാതീതമായി ജീവിച്ചിരിക്കാനുള്ള ഒരു വാഞ്ച നമ്മുടെ അബോധ മനസ്സിൽ കുടികൊള്ളുന്നു. അവിടെ അത് ആ ആഗ്രഹം, ആ ദാഹം, മരണത്തിന് ശേഷവും ജീവിച്ചിരിക്കാനുള്ള ആ ദാഹം നമ്മൾ പ്രേത സിനിമകൾ കാണുമ്പോൾ അതുമായിട്ട് താതാത്മ്യപ്പെടുമ്പോൾ നമുക്ക് മരണത്തിന് ശേഷവും നമ്മൾ ജീവിക്കാമെന്ന് തോന്നൽ ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് എപ്പോഴും പ്രേതകഥകൾ ഒരു ജനപ്രിയ പ്രമേയമാവുന്നത്. ഏത് യുക്തിവാദിയുടെ മനസ്സിലുമുള്ളതാണ് ഈ ആഗ്രഹം. അതുകൊണ്ടൊരു യുക്തിവാദിയും പ്രേത സിനിമ കാണാൻ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. നമസ്കാരം.